അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നതിൻ്റെ പാർട്ട് 2 ആണ് നോക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവർ ദയവായി അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വലിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പല ജനറേഷനുകളാണ് നോക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, 1ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ അതിൻ്റെ കാലഘട്ടം എപ്പോഴാണ്? 1940, 1956. ഓക്കെ, 1956 നമ്മൾ കേരളം വന്നത്. കേരളം എന്ന സംസ്ഥാനം വന്ന് 1956. ഓക്കെ, അപ്പം ഒന്നാമത് വരികയില്ലോ, ആദ്യമായിട്ട് വരികയില്ലേ. അപ്പം ഒന്നാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടർ 1940, 1956 എന്ന് ഓർത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു കോഡ് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഓർക്കാൻ വേണ്ടി. ആദ്യമായി കേരളം എന്ന സംസ്ഥാനം വന്ന് 1956. അപ്പം നമുക്ക് 1940 ഓർമ്മയില്ല. അവസാനത്തെ സംഖ്യ ഏതാണ്, അവസാനത്തെ വർഷം ഏതാണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഡ് പറഞ്ഞത്. ഏതാണ്? 1956. ഓക്കെ, അപ്പോൾ 1ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ 1940, 1956 കാലഘട്ടം. ഈ 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യ എന്താണ്? മിക്ക PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? വാക്യൂം ട്യൂബാണ്. ഓക്കെ, വാക്യൂം ട്യൂബ്. അപ്പം 1ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യയാണ് വാക്യൂം ട്യൂബ്. ഈ വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത് ആരാണ് വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത്? ജോൺ എ ഫ്ലെമിംഗ്. ഓക്കെ, ജോൺ എ ഫ്ലെമിംഗ് ആണ് വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത്. ഈ 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ് എന്തുവായിരുന്നു? 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ് ആണ് മാഗ്നറ്റിക് ഡ്രംസ്. ഓക്കെ, മാഗ്നറ്റിക് ഡ്രംസ് ആയിരുന്നു 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ എ ഫ്ലെമിംഗ് ആണ്. 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ് മാഗ്നറ്റിക് ഡ്രംസ് ആയിരുന്നു. ഓക്കെ, ഇനി പറയുന്നു 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ ലാംഗ്വേജ് ഏതായിരുന്നു, അഥവാ ഭാഷ ഏതായിരുന്നു? 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ്. ഏതാണ്? മെഷീൻ ലാംഗ്വേജ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജ് ആണ് 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ്. അതേപോലെ തന്നെ 1ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണ്? ENIAC നമ്മൾ പറഞ്ഞു. ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ പെട്ട കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് യൂണിവാക്, മറ്റൊന്ന് ENIAC, പിന്നെ EDSAC, EDVAC. ഓക്കെ, അപ്പം 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ പെട്ട പ്രമുഖ കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയാണ്? യൂണിവാക്, ENIAC, EDSAC, EDVAC. ഓക്കെ, ഈ കമ്പ്യൂട്ടറുകളൊക്കെ ആയിരുന്നു 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ പെട്ടത്. ഇനി പറയുന്നു, ഇതിൽ യൂണിവാക്കും ENIACും, ഈ പറഞ്ഞ 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ യൂണിവാക്കും ENIACും കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മൗച്ച്ലിയും പ്രസ്പർ എക്കർട്ടുമാണ്. ഓക്കെ, ജോൺ മൗച്ച്ലിയും പ്രസ്പർ എക്കർട്ടും ആണ് യൂണിവാക്കും അതുപോലെ തന്നെ ENIACും കണ്ടുപിടിച്ചത്. ഓക്കെ, എന്താണ് യൂണിവാക്ക്? യൂണിവാക്കിൻ്റെ ഫുൾ ഫോം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ്? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നും. ENIACിൻ്റെ നമ്മൾ പറഞ്ഞു എന്താണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ക്ലാസ് കാണാത്തവർ അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം യൂണിവാക്ക് കണ്ടുപിടിച്ചത് ജോൺ മൗച്ച്ലി ആൻഡ് പ്രസ്പർ എക്കർട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച ഭാഷ ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, 1ാം ജനറേഷൻ കമ്പ്യൂട്ടർ ഏതൊക്കെയായിരുന്നു? 1ാം ജനറേഷനിലെ പ്രമുഖ കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയായിരുന്നു? യൂണിവാക്ക്, ENIAC, EDSAC, EDVAC. ഓക്കെ, ഇതുപോലെ തന്നെ യൂണിവാക്ക്, ENIAC ഇതെല്ലാം കണ്ടുപിടിച്ചവരാണ് ജോൺ മൗച്ച്ലിയും പ്രസ്പർ എക്കർട്ടുമാണ്. ഓക്കെ, പ്രസ്പർ എക്കർട്ട്. അപ്പോൾ 1ാം ജനറേഷൻ കമ്പ്യൂട്ടർ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്പീഡിൽ നോക്കാം. അപ്പോൾ പറയുന്നു, 1ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ അതിൻ്റെ കാലഘട്ടം 1940, 1956 ആണ്. 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യയാണ് വാക്യൂം ട്യൂബ്. ഓക്കെ, വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചവരാണ് ജോൺ എ ഫ്ലെമിംഗ് ആണ്. ഓക്കെ, ജോൺ എ ഫ്ലെമിംഗ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത്. 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ് ആണ് മാഗ്നറ്റിക് ഡ്രംസ്. ഓക്കെ, 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ് ഏതാണ്? മാഗ്നറ്റിക് ഡ്രംസ്. 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ ലാംഗ്വേജ് ഏതായിരുന്നു? മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു. ഓക്കെ, 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ ലാംഗ്വേജ് ആയിരുന്നു മെഷീൻ ലാംഗ്വേജ്. അതുപോലെ തന്നെ 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽപ്പെട്ട പ്രമുഖ കമ്പ്യൂട്ടറുകളാണ് ഏതൊക്കെ? യൂണിവാക്ക്, ENIAC, EDSAC, EDVAC. ഇതിൽ യൂണിവാക്കും ENIACും കണ്ടുപിടിച്ച ആരും നമ്മൾ പറഞ്ഞു ജോൺ മൗച്ച്ലിയും പ്രസ്പർ എക്കർട്ടും. ഓക്കെ, ജോൺ മൗച്ച്ലിയും പ്രസ്പർ എക്കർട്ടും ആണ് യൂണിവാക്കും ENIACും കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ പറയുന്നത് 2ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ അതിൻ്റെ കാലഘട്ടം 1958, 63. ഓക്കെ, 1958, 63. നമ്മൾ പറഞ്ഞല്ലോ 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന വാക്യൂം ട്യൂബ് ആയിരുന്നു. 2ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ട്രാൻസിസ്റ്റർ
വന്നതോടെയാണ് കമ്പ്യൂട്ടർ യുഗത്തിന് പരിണാമം സംഭവിക്കാൻ തുടങ്ങുന്നത്. കമ്പ്യൂട്ടറിന് പരിണാമങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങിയ ട്രാൻസിസ്റ്റർ വന്നതിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതാണ് ജോൺ ബെർദിനും വില്യം ഷോക്ലിയും WM ബ്രാറ്റനും. ഓക്കെ, ആരൊക്കെയാണ്? ജോൺ ബെർദിൻ, വില്യം ഷോക്ലി, WM ബ്രാറ്റൻ. ആരൊക്കെയാണ്? ജോൺ ബെർദിൻ, വില്യം ഷോക്ലി, WM ബ്രാറ്റൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചാണ് ജോൺ ബെർദിൻ, അതുപോലെ വില്യം ഷോക്ലി, പിന്നെ WM ബ്രാറ്റൻ. ആരൊക്കെയാണ്? ജോൺ ബെർദിൻ, വില്യം ഷോക്ലി, WM ബ്രാറ്റൻ. 3 പേരുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി പറയുന്നു ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന വാക്വം ട്യൂബിനെ അപേക്ഷിച്ച് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററുകളുടെ മേന്മകൾ അഥവാ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 1, വാക്വം ട്യൂബിനെ അപേക്ഷിച്ച് ഇതിന് വലിപ്പം കുറവാണ്. അതുപോലെ തന്നെ കുറഞ്ഞ താപ ഉൽപ്പാദനം. ഓക്കെ, ചൂട് അധികം ഉണ്ടാകത്തില്ല. പിന്നെ കൂടുതൽ വിശ്വസനീയതയും ഉണ്ട്. ഓക്കെ, കൂടുതൽ നമുക്ക് വിശ്വസിക്കാം. എന്തിനാ ട്രാൻസിസ്റ്ററിന്. ഓക്കെ, വാക്വം ട്യൂബിനെ അപേക്ഷിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പം വാക്വം ട്യൂബിനെ അപേക്ഷിച്ച് ട്രാൻസിസ്റ്ററുകളുടെ മേന്മകൾ എന്തൊക്കെയാണ്? 1, വലിപ്പം കുറവാണ്. പിന്നെ കുറഞ്ഞ താപ ഉൽപ്പാദനം. പിന്നെ കൂടുതൽ വിശ്വസനീയത. ഇനി രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മെമ്മറി സ്റ്റോറേജ് എന്താണ്? മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കുമാണ്. ഒന്നാം ജനറേഷൻ നമ്മൾ എന്ത് പറഞ്ഞു? മാഗ്നറ്റിക് ഡ്രം ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാം ജനറേഷനിലെ മെമ്മറി സ്റ്റോറേജ് ആണ് മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. ഓക്കെ, മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച ഭാഷ അഥവാ ലാംഗ്വേജ് ഏതാണ്? അസംബ്ലി ലാംഗ്വേജ് ആണ്. ഒന്നിലേതാണ് നമ്മൾ പറഞ്ഞത് മെഷീൻ ലാംഗ്വേജ്. 2 വരുമ്പോഴത്തേക്കും അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ് ആണ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടർ ഒന്നുകൂടെ നോക്കാം. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1958-63 ആണ്. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യയാണ് ട്രാൻസിസ്റ്റർ. ഓക്കെ, ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആരൊക്കെയാണ്? ജോൺ ബെർദിൻ, വില്യം ഷോക്ലി, WM ബ്രാറ്റൻ. ആരൊക്കെയാണ്? ജോൺ ബെർദിൻ, വില്യം ഷോക്ലി, WM ബ്രാറ്റൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു വാക്വം ട്യൂബിനെ അപേക്ഷിച്ച് ട്രാൻസിസ്റ്ററുകളുടെ പ്രത്യേകതകൾ. ഓക്കെ, അഥവാ മേന്മകൾ എന്തൊക്കെയാണ്? 1, വലിപ്പം കുറവാണ്. കുറഞ്ഞ താപ ഉൽപ്പാദനം. പിന്നെ കൂടുതൽ വിശ്വസനീയത. അതുപോലെ തന്നെ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ മെമ്മറി സ്റ്റോറേജ് എന്തായിരുന്നു? മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും ആയിരുന്നു. ഓക്കെ, രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച ഭാഷ ഏതാണ്? അസംബ്ലി ലാംഗ്വേജ് ആണ്. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ്. ഇനി പറഞ്ഞുകൊള്ളട്ടെ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ. ഓക്കെ, മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1964 1971. ഓക്കെ, അപ്പോൾ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടമാണ് 1964 മുതൽ 1971 വരെ. ഈ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ പ്രധാന സാങ്കേതിക വിദ്യ എന്തായിരുന്നു? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ IC ചിപ്പുകളായിരുന്നു. ഓക്കെ, IC ചിപ്പുകളായിരുന്നു അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ IC ചിപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ജാക്ക് കിൽബി. ഓക്കെ, ജാക്ക് കിൽബിയാണ് IC ചിപ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1964 1971. മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ പ്രധാന സാങ്കേതിക വിദ്യയാണ് IC ചിപ്പുകൾ അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, ഈ IC ചിപ്പ് കണ്ടുപിടിച്ച ആരാണ്? ജാക്ക് കിൽബിയാണ്. ഓക്കെ, ജാക്ക് കിൽബിയാണ് IC ചിപ്പ് കണ്ടുപിടിച്ചത്. നമ്മൾ മറ്റേ രണ്ടാം ജനറേഷനെ പറ്റി പറഞ്ഞപ്പോൾ അതിനകത്ത് ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ IC ചിപ്പിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. എന്താണ് IC ചിപ്പിൻ്റെ പ്രത്യേകതയാണ്? ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഒരേ ചിപ്പിനുള്ളിൽ. ഓക്കെ, അതായത് ഒറ്റ ചിപ്പിൻ്റെ അകത്ത് ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളാണുള്ളത്. ഓക്കെ, ഈ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞു. മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ IC ചിപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ IC ചിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളാണ് ഒരേ ചിപ്പിനുള്ളിൽ. അതായത് ഒറ്റ ചിപ്പിൻ്റെ അകത്ത്, ഒരു IC ചിപ്പിൻ്റെ അകത്ത് ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, ഇൻപുട്ട് ഡിവൈസിൻ്റെ ഉപയോഗത്തിൽ വലിയ മാറ്റം വന്നു. കാര്യം ഈ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ മുതലാണ് നമ്മൾ കീബോർഡ്, മൗസ് തുടങ്ങിയവ ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയത്. ഓക്കെ, എന്താണ്? കീബോർഡ്, മൗസ് തുടങ്ങിയവ ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയത് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇൻപുട്ട് ഡിവൈസിൻ്റെ ഉപയോഗത്തിൽ വലിയ മാറ്റം സംഭവിച്ചു എന്ന്. ഓക്കെ, അപ്പോൾ കീബോർഡും മൗസൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ ഏത് ജനറേഷൻ കമ്പ്യൂട്ടർ മുതലാണ് ചോദിക്കുക? ഏതാണ്? മൂന്നാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടർ മുതലാണ്. ഓക്കെ, ഈ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ പ്രധാന ഉദാഹരണങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന് ഏതാണ്? IBM 360 സീരീസ്. ഓക്കെ,
IBM 360 സീരീസ്, പിന്നെ ഹണിവെൽ 6000 സീരീസ്. ഓക്കെ, ഹണിവെൽ 6000 സീരീസ്. പിന്നെ PDP അഥവാ പേഴ്സണൽ ഡാറ്റ പ്രോസസ്സർ. ഓക്കെ, പേഴ്സണൽ ഡാറ്റ പ്രോസസ്സർ. പിന്നെ TDC, അത് എന്താ TDC 316. ഓക്കെ, പിന്നെ IBM 370/168. ഓക്കെ, IBM 370/168. ഇതൊക്കെ ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്, എന്നാലും നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ട് പറ്റുന്നത്രയും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രമുഖ ഉദാഹരണങ്ങൾ എന്തിൻ്റെ, 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഉദാഹരണങ്ങളാണ് എന്ത്, IBM 360 സീരീസും ഹണിവെൽ 6000 സീരീസ്, PDP അഥവാ പേഴ്സണൽ ഡാറ്റ പ്രോസസ്സർ, പിന്നെ TDC 316. ഓക്കെ, പിന്നെ IBM 370/168. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പം 3ാം ജനറേഷൻ കമ്പ്യൂട്ടർ നമുക്ക് ഒന്നുകൂടെ പറയാം. 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1964-71. പ്രധാന സാങ്കേതിക വിദ്യ IC ചിപ്പുകൾ അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിരുന്നു. IC ചിപ്പ് കണ്ടുപിടിച്ചാരാണ്, ജാക്ക് കിൽബിയാണ്. IC ചിപ്പിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു, ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഒരേ ചിപ്പിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസസിൻ്റെ ഉപയോഗത്തിൽ വലിയ മാറ്റം സംഭവിച്ചത് ഈ 3ാം ജനറേഷൻ കമ്പ്യൂട്ടറാണ്. എന്താണ് കാരണം, അന്ന് മുതലാണ് നമ്മൾ കീബോർഡ്, മൗസ് തുടങ്ങിയവ ആദ്യമേ ഉപയോഗിച്ചത്. പിന്നെ 3ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് പ്രധാന ഉദാഹരണങ്ങളാണ് എന്ത്, IBM 360 സീരീസും, പിന്നെ ഹണിവെൽ 6000 സീരീസ്, PDP അഥവാ പേഴ്സണൽ ഡാറ്റ പ്രോസസ്സർ, പിന്നെ TDC 316, അതുപോലെ തന്നെ IBM 370/168. ഇതൊക്കെയാണ് എന്തിൻ്റെ ഉദാഹരണമാണ്, 3ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ ഉദാഹരണങ്ങൾ. ഇനി പറയുന്നു 4ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളെ പറ്റിയാണ് പറയുന്നത്. 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം എപ്പോഴാണ്, 1971 1990. ഓക്കെ, 1971 1990 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം. ഓക്കെ, ഈ 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ പ്രധാന സാങ്കേതിക വിദ്യ എന്തായിരുന്നു, ആ കമ്പ്യൂട്ടറിൽ എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്, മൈക്രോ പ്രോസസ്സറാണ്. ഓക്കെ, മൈക്രോ പ്രോസസ്സർ. ഓക്കെ, അപ്പം 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ പ്രധാന സാങ്കേതിക വിദ്യയാണ് എന്ത്, മൈക്രോ പ്രോസസ്സർ. ഓക്കെ, മൈക്രോ പ്രോസസ്സർ. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഏതായിരുന്നു, ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സറാണ് Intel 4004. ഓക്കെ, Intel 4004 അഥവാ Intel 4004. ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സറാണ് എന്ത്, Intel 4004. ഓക്കെ, ഉപയോഗിച്ചിരുന്ന മറ്റു സാങ്കേതിക വിദ്യ എന്തിലാണ്, ഈ മൈക്രോ പ്രോസസ്സറാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ മറ്റൊരു സാങ്കേതിക വിദ്യയും കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്, VLSI. ഓക്കെ, VLSI എന്ന് വെച്ചാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പോൾ 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അതിൽ ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ Intel 4004 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ മറ്റൊരു സാങ്കേതിക വിദ്യയും കൂടി ഉപയോഗിച്ചിരുന്നു. എന്താണ്, VLSI അഥവാ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഓക്കെ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് ഈ കാലഘട്ടത്തിലാണ്. ഏത്, 4ാം ജനറേഷൻ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇൻ്റർനെറ്റ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് ഈ കാലഘട്ടത്തിലാണ്, 4ാം ജനറേഷൻ്റെ. കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ആശയവിനിമയം. ഓക്കെ, നമ്മൾ പല നെറ്റ്വർക്കുകളെ പറ്റി പഠിക്കും, അതിനി വരുന്ന വരുന്ന ടോപ്പിക് ഉണ്ട് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെപ്പറ്റി പ്രത്യേകം പഠിക്കും. അപ്പോൾ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ആശയവിനിമയം നമ്മൾ അന്ന് നടത്തുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. എന്താണ്, ഒന്ന് ലാൻ. എന്താണ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇതൊക്കെ PSCക്ക് മിക്കപ്പോഴും കാണാം ഈ ചോദ്യം. പിന്നെ വാൻ, എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇപ്പോൾ ലാനും വാനും എന്താണെന്ന് പഠിച്ചിരിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻ്റർനെറ്റ് എന്ന ടോപ്പിക് എടുക്കാൻ നേരത്തെ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ തമ്മിലുള്ള ആശയവിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലാനും വാനും. എന്താണ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മറ്റൊന്ന് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഈ 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് എന്ത്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ്. കാര്യം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാം ജനറേഷൻ കമ്പ്യൂട്ടർ. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളൊക്കെ ഇപ്പം നിലവിലുള്ളതൊക്കെ 4ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളാണ്. ഓക്കെ, ഈ 4ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് പ്രധാന ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ്, പ്രമുഖ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്, DEC 10 സ്റ്റാർ 1000 Cray 1. ഓക്കെ, DEC 10 സ്റ്റാർ 1000 Cray 1. അപ്പം 4ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് പ്രധാന ഉദാഹരണങ്ങളാണ് ഒന്ന് DEC അഥവാ DEC 10, പിന്നെ സ്റ്റാർ 1000 Cray 1. ഓക്കെ, Cray 1.
ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 4ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ഈ 4ാം ജനറേഷൻ കമ്പ്യൂട്ടർ ഒന്നുകൂടെ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറയുന്നു 4ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ, അതിൻ്റെ കാലഘട്ടം 1971-90 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ പ്രധാന സാങ്കേതിക വിദ്യ മൈക്രോ പ്രോസസ്സറാണ്. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സറാണ് ഇന്റൽ 4004. ഉപയോഗിച്ചിരുന്ന മറ്റ് സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VLSI ആണ്, അഥവാ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. ഇൻ്റർനെറ്റ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് ഈ 4ാം ജനറേഷൻ കമ്പ്യൂട്ടർ കാലഘട്ടത്തിലാണ്. കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്നതാണ് ലാനും വാനും. എന്താണ് ലാൻ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കും. വാൻ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കും. ഓക്കെ, ഈ 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഭാഷ. അതുപോലെ തന്നെ പ്രമുഖ ഉദാഹരണങ്ങൾ എന്തിൻ്റെ? 4ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ പ്രമുഖ ഉദാഹരണമാണ് DEC 1, സ്റ്റാർ 1000, ക്രേ 1. അതുപോലെ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നതും 4ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു 5ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ. ഓക്കെ, ഇനി നമ്മൾ പറയുമ്പോൾ 5ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളെ പറ്റിയാണ്. ഈ 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. അത് മാത്രമല്ല ULSI ഉണ്ട്. എന്താണ് ULSI എന്ന് വെച്ച് കഴിഞ്ഞാൽ? അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. നമ്മൾ 4ാം ജനറേഷൻ കമ്പ്യൂട്ടർ പറഞ്ഞപ്പം VLSI ആണ്. അതെന്തോന്നു? വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആയിരുന്നു. ഇവിടെ ULSI ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്തോ? അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ്. ഓക്കെ, ഇനി പറയുന്നു 5ാം തലമുറയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന് യാന്ത്രിക ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, യാന്ത്രിക ബുദ്ധി അഥവാ AIയുടെ ഉപയോഗം. പിന്നെ അഡ്വാൻസ്ഡ് മാത്ത് കോ പ്രോസസ്സേഴ്സ് ആണ്. പിന്നെ ULSI ചിപ്പ് ടെക്നോളജി. അതുപോലെ തന്നെ SX അല്ലെങ്കിൽ SLC ആർക്കിടെക്ചർ. പിന്നെ PPD യൂണിറ്റ്സ്. അതുപോലെ തന്നെ നൂതന പാരലൽ പ്രോസസ്സിംഗ് ഡിസൈൻ. ഓക്കെ, ഇതെല്ലാം പഠിച്ചിരിക്കാൻ പാടാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ AIയുടെ കാര്യങ്ങളും എല്ലാവരും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ULSI ചിപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളും ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 5ാം തലമുറയുടെ പ്രത്യേകത എന്താണ്? യാന്ത്രിക ബുദ്ധി അഥവാ AIയുടെ ഉപയോഗം, അഡ്വാൻസ്ഡ് മാത്ത് കോ പ്രോസസ്സേഴ്സ്, പിന്നെ ULSI ചിപ്പ് ടെക്നോളജി, പിന്നെ SX/SLC ആർക്കിടെക്ചർ അഥവാ PPD, അതുപോലെ തന്നെ PPD യൂണിറ്റ്സ്, പിന്നെ നൂതന പാരലൽ പ്രോസസ്സിംഗ് ഡിസൈൻ. ഈ 5ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ് ഒന്ന് പരം 10,000. ഇത് ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ് കേട്ടോ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 10,000. പിന്നെ IBM നോട്ട്ബുക്സ്. ഓക്കെ, അപ്പം സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ 5ാമത്തെ ജനറേഷനിൽ പെടുന്നതാണ്. ഇതിൽ ഇന്ത്യയുടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 10,000. ഓക്കെ, ഇത് 5ാം ജനറേഷനിൽ പെട്ട ഒരു കമ്പ്യൂട്ടറാണ്. അതുപോലെ തന്നെ IBM നോട്ട്ബുക്സ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ 5ാം ജനറേഷനിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ഇനി പറയുന്നു 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ നിലവിലെ അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇത് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. ഓക്കെ, സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ഇതിപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. അതായത് 5ാം ജനറേഷൻ കമ്പ്യൂട്ടർ പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല, ഇത് പരീക്ഷണ ഘട്ടത്തിൽ ആണ് ഇതിപ്പോഴും. ഓക്കെ, അപ്പോൾ 5ാം ജനറേഷൻ കമ്പ്യൂട്ടർ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അപ്പോൾ 5ാം ജനറേഷൻ കമ്പ്യൂട്ടർ അതിൻ്റെ പ്രധാന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ULSI അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. 5ാം തലമുറയുടെ പ്രത്യേകതകളാണ് ഒന്ന് യാന്ത്രിക ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ അഡ്വാൻസ്ഡ് മാത്ത് കോ പ്രോസസ്സേഴ്സ്, പിന്നെ ULSI ചിപ്പ് ടെക്നോളജി, SLC ആർക്കിടെക്ചർ, PPD യൂണിറ്റ്സ്, അതുപോലെ തന്നെ നൂതന പാരലൽ പ്രോസസ്സിംഗ് ഡിസൈൻ. പിന്നെ 5ാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉദാഹരണം നമ്മൾ പറഞ്ഞു പരം 10,000. ഇതൊരു ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറാണ്. പിന്നെ IBM നോട്ട്ബുക്സ്. അതുപോലെ തന്നെ ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ 5ാം ജനറേഷനിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൻ്റെ നിലവിലെ അവസ്ഥ ഇതിപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്, സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. ഓക്കെ, അപ്പം ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം ഒന്നുകൂടെ ഒന്ന് സ്പീഡിൽ വായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ തലയിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കത് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. അപ്പോൾ പറയുന്നു 1ാം ജനറേഷൻ കമ്പ്യൂട്ടർ. 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1940, 1956. 1ാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യയാണ് വാക്വം ട്യൂബ്. ഓക്കെ, വാക്വം ട്യൂബ്. വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ആരാണ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്? ജോൺ എ ഫ്ലെമിംഗ് ആണ്. ഓക്കെ, ജോൺ എ ഫ്ലെമിംഗ് ആണ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ് ആണ് എന്ത്? മാഗ്നറ്റിക് ഡ്രംസ്. ഓക്കെ, മാഗ്നറ്റിക് ഡ്രംസ് ആണ് 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ്. 1ാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ പ്രധാന കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയാണ്?
യൂണിവാക്ക്, ENIAC, EDSAC, EDVAC മുതലായവയാണ്. ഇതിൽ യൂണിവാക്ക്, ENIAC കണ്ടുപിടിച്ച ആരൊക്കെയാണ്? ജോൺ മോസ്ലിയും പ്രസ്പർ എക്കർട്ടും ചേർന്നാണ്. ഓക്കെ, ജോൺ മോസ്ലിയും പ്രസ്പർ എക്കർട്ടും ചേർന്നാണ്. പിന്നെ നമ്മൾ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റി പറഞ്ഞു. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടമാണ് 1958, 1963. ഓക്കെ, 1958, 1963. ഈ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന പ്രധാന സാങ്കേതിക വിദ്യയാണ് എന്തുവാണ്? ട്രാൻസിസ്റ്ററാണ്. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചാരാണ്? ആരൊക്കെയാണ്? ജോൺ ബെർദിനും വില്യം ഷോക്ലിയും ഡബ്ല്യു ബ്രാറ്റനും തമ്മിലാണ്. ഓക്കെ, ജോൺ ബെർദിനും വില്യം ഷോക്ലിയും ഡബ്ല്യു ബ്രാറ്റനും തമ്മിലാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. ഓക്കെ, ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചാണ് ജോൺ ബെർദിനും വില്യം ഷോക്ലിയും ഡബ്ല്യു ബ്രാറ്റനും തമ്മിൽ. വാക്വം ട്യൂബിനെ അപേക്ഷിച്ച് ട്രാൻസിസ്റ്ററുകളുടെ മേന്മകൾ എന്തൊക്കെയാണ്? വാക്വം ട്യൂബിനെ അപേക്ഷിച്ച് ട്രാൻസിസ്റ്ററുകളുടെ മേന്മകൾ എന്തൊക്കെയാണ്? ഒന്ന്, വലിപ്പം കുറവാണ്, പിന്നെ കുറഞ്ഞ താപ ഉൽപ്പാദനം, പിന്നെ കൂടുതൽ വിശ്വസനീയത. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ് എന്താണ്? മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും ആയിരുന്നു. ഓക്കെ, മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും ആയിരുന്നു. ഓക്കെ, അതുപോലെ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച ഭാഷ ഏതാണ്? അസംബ്ലി ലാംഗ്വേജ് ആണ്. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ്. ഇനി നമ്മൾ പറയുന്നത് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ. മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1964, 1971. ഓക്കെ, 1964, 1971. പ്രധാന സാങ്കേതിക വിദ്യ, മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ പ്രധാന സാങ്കേതിക വിദ്യയാണ് IC ചിപ്പുകൾ അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഈ IC ചിപ്പ് അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ചത് ജാക്ക് കിൽബിയാണ്. ഓക്കെ, ജാക്ക് കിൽബിയാണ് കണ്ടുപിടിച്ചത്? IC ചിപ്പുകൾ അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. IC ചിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? IC ചിപ്പിൻ്റെ പ്രത്യേകത? ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഒരേ ചിപ്പിനുള്ളിലുണ്ട്. അതാണ് IC ചിപ്പിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസിൻ്റെ ഉപയോഗത്തിൽ വലിയ മാറ്റം വന്നു തുടങ്ങിയത് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിലാണ്. എന്താണ് സംഭവം? കീബോർഡ് മൗസൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ഓക്കെ, കീബോർഡ് മൗസൊക്കെ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അതുപോലെ തന്നെ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രമുഖ ഉദാഹരണങ്ങളാണ് IBM 360 സീരീസ്, ഹണിവെൽ 6000 സീരീസ്, PDP അഥവാ പേഴ്സണൽ ഡാറ്റ പ്രോസസ്സർ. ഓക്കെ, അതുപോലെ TDC 316, പിന്നെ IBM 370/168. പിന്നെ നമ്മൾ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറെ പറ്റിയാണ് പറഞ്ഞത്. നാലാം ജനറേഷൻ കമ്പ്യൂട്ടറുടെ കാലഘട്ടം എപ്പോഴാണ്? 1971, 1990. ഓക്കെ, നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന പ്രധാന സാങ്കേതിക വിദ്യയാണ് മൈക്രോ പ്രോസസ്സർ. ഓക്കെ, മൈക്രോ പ്രോസസ്സർ. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സറാണ് ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ Intel 4004. അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്ന മറ്റ് സാങ്കേതിക വിദ്യ, നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന മറ്റൊരു സാങ്കേതിക വിദ്യയാണ് VLSI അഥവാ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, അഥവാ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സംവിധാനം ആദ്യമേ നിലവിൽ വന്നത് ഈ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ആശയവിനിമയം നമ്മൾ LAN, WAN മുതലായ നെറ്റ്വർക്കിലൂടെയാണ് നടത്തിയത്. എന്താണ് LAN? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതുപോലെ WAN വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെറ്റ്വർക്ക് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഈ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ. അതുപോലെ തന്നെ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിന് പ്രധാന ഉദാഹരണങ്ങളാണ് DEC 10, Star 1000, Cray 1. ഓക്കെ, DEC 10, Star 1000, Cray 1 ആണ് നാലാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളൊക്കെ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രധാന സാങ്കേതിക വിദ്യയാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ മറ്റൊന്ന് ULSI അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഈ അഞ്ചാം തലമുറയുടെ പ്രത്യേകതകളാണ് എന്തൊക്കെയാണ്? അഞ്ചാം തലമുറയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യാന്ത്രിക ബുദ്ധി അഥവാ AI, പിന്നെ അഡ്വാൻസ്ഡ് മാത്ത് കോ പ്രോസസ്സേഴ്സ്, പിന്നെ ULSI ചിപ്പ് ടെക്നോളജി, പിന്നെ SX അല്ലെങ്കിൽ SLC ആർക്കിടെക്ചർ, PDP യൂണിറ്റ്സ്, പിന്നെ നൂതന പാരലൽ പ്രോസസ്സിംഗ് ഡിസൈൻ. ഓക്കെ, നൂതന പാരലൽ പ്രോസസ്സിംഗ് ഡിസൈൻസ്. ഇതൊക്കെയാണ് അഞ്ചാം ജനറേഷൻ്റെ പ്രത്യേകതകൾ. അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ് ഇന്ത്യയുടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. ഏതാണ് ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ? ഏതാണ്? ഒന്ന് പരം 10,000. അതുപോലെ തന്നെ IBM നോട്ട് ബുക്ക് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അതും അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നു അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ. ഓക്കെ, അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ നിലവിലെ അവസ്ഥ നമ്മൾ പറഞ്ഞു. ഇതിപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ് അഥവാ സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ PSC സുഹൃത്തിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ക്ലാസ്സുകളിലെല്ലാം ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. ആ ചാനലിൽ നിങ്ങൾ കയറാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.